ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റ് പേപ്പർ അഥവാ വൈറ്റ് പേപ്പർ ഇമിഗ്രേഷൻ. വെള്ളക്കടലാസ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറാക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നതാണ് ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന സംഭവം. അത് ശരിക്കും ഒരു നിയമമല്ല, ഒരു നിയമ ഭേദഗതി, ഒരു ബില്ലൊന്നും ആയി പാസ്സാക്കിയിട്ടില്ല. അതൊരു പ്രപ്പോസൽ പാർലമെന്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ അതൊരു നിയമമായിട്ട് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ വന്നേക്കാം. അതൊരു ഗൈഡൻസ് ആണ് ഗവൺമെന്റിന് മുന്നിൽ പ്രപ്പോസലായി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നിയമമായിട്ട് കംപ്ലീറ്റ് നിയമമായിട്ടോ അല്ലെങ്കിൽ ബില്ലായിട്ടോ പാസ്സായിട്ടില്ല. ചിലപ്പോൾ അത് ഭാവിയിൽ, ചിലപ്പോൾ നാളെ തന്നെ അങ്ങനെ വന്നേക്കാൻ ചാൻസസ് ഉണ്ട്. സോ പ്രധാനമായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2028 വരെ ഓവർസീസിൽ നിന്ന് സോഷ്യൽ കെയർ വർക്കേഴ്സിന് റിക്രൂട്ട്മെൻറ്റ് ഇല്ല, അതായത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെയുള്ളത് റിട്ടേണിംഗ് വർക്ക് വിസ ത്രഷോൾഡ് ഡിഗ്രി ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു വർക്ക് വിസയിലേക്ക് കിടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഡിഗ്രി വേണം എന്നുള്ളതിലേക്ക് അവർ ഉയർത്തുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെയുള്ളതാണ് റേസിംഗ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. അതായത് ഇമിഗ്രൻ്റ് ആയിട്ട് വേറൊരു രാജ്യത്ത് നിന്ന് UK വരുന്നവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉയർത്തുക. അത് ഇമിഗ്രൻ്റ് ആയിട്ട് വരുന്ന പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ മാത്രമല്ല, അവരെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഡിപ്പെൻഡൻസിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും അവർ ഉയർത്തുകയാണ്. പിന്നെ ഒരു പ്രധാന ഇതാണ് റെഡ്യൂസിങ് ദ ടൈം ലിമിറ്റ് ഫോർ ഫൈൻഡിങ് ജോബ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അതായത് നമ്മൾ വിദ്യാഭ്യാസം അത് ഇവിടെ പഠിച്ചതിന് ശേഷം നമുക്ക് നോർമലി കിട്ടിയിരുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 2 years ആണ് നിലവിലുള്ളത്. അതിൻ്റെ കാലയളവ് കുറച്ച് 18 മാസത്തേക്ക് ആക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ UK അതായത് PR വേണ്ടി കാത്തിരിക്കുന്നവരുടെ കാലയളവ് ചിലപ്പോൾ നീട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നിലവിൽ 5 വർഷം കാലാവധി കഴിഞ്ഞതിന് ശേഷം സ്കിൽഡ് വർക്ക് വിസയിലായിരിക്കുന്ന ഒരാൾക്ക് PR വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചിലപ്പോൾ 10 വർഷത്തേക്ക് ആക്കും എന്നൊരു കാര്യവും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. കൂടാതെ ഇൻക്രീസ് പാർലമെൻറ്റ് കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ. അതായത് ഇമിഗ്രേഷൻ്റെ മുകളിൽ പാർലമെൻറ്റ് കൂടുതലായിട്ടും അധികാരം ഏറ്റെടുത്ത് കൂടുതൽ കൺട്രോൾ കൊണ്ടുവന്ന് അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്ന് പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ഇന്ന് അനൗൺസ് ചെയ്ത ഈ വൈറ്റ് പേപ്പറിലൂടെ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നാമത്തതാണ് സ്കിൽഡ് വർക്കർ ത്രഷോൾഡ് ഉയർത്തുക എന്നുള്ളത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്കിൽ വർക്കർ വിസയിൽ ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിസ കിട്ടണമെങ്കിൽ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവലായിരിക്കണം. കാരണം ഇതിനു മുന്നേ സ്കിൽഡ് വർക്കർ വിസയിൽ കിട്ടണമെങ്കിൽ നമുക്കൊരു ഗ്രാജുവേഷൻ നിർബന്ധമായിട്ടില്ലായിരുന്നു ഇതുവരെ. പക്ഷേ ഇനി അങ്ങോട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് RQF ലെവൽ 6, അതായത് ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് അവർ കൂടുതലായിട്ടും കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇത് ഇമിഗ്രേഷൻ്റെ കാര്യത്തിലാണ്, ഇവിടെ ഉള്ളവരുടെ കാര്യത്തിലല്ല. ഇവിടെ ഉള്ളവരെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു അനുപാതം വെച്ചിരിക്കുന്നത്. കാരണം വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നത്. എന്നാൽ ഇനി അത് പറ്റത്തില്ലാതെ പുതിയതായിട്ട് വരുന്നവർക്ക് ഗ്രാജുവേറ്റ് ലെവലെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന നിർബന്ധത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്കിൽഡ് വർക്ക് ത്രഷോൾഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് അഡൽട്ട് സോഷ്യൽ കെയർ. അതായത് ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് UK നിർത്തുകയാണ്. ഇപ്പോൾ മുതൽ 2028 വരെ കെയർ സെക്ടറിലേക്ക് പുറത്തുനിന്നുള്ള കെയറേഴ്സിനെ റിക്രൂട്ട്മെൻറ്റ് നിർത്തുകയാണ്. അതായത് ഇപ്പോൾ മുതൽ 2028 വരെയാണ് ഇവരത് പരിഗണിച്ചിരിക്കുന്നത്. സോ നമുക്ക് നിലവിൽ UK അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതൊരു ബാധിക്കത്തില്ല. അവർക്ക് എത്ര വേണേലും ജോബ് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എത്ര വേണേലും സ്പോൺസേഴ്സിനെ മാറാം, വേറെ ജോലിയിലേക്ക് പോകാം. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ സ്വിച്ച് ചെയ്യുന്നതിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. എന്നാൽ വിദേശത്ത് നിന്ന് കെയർ ജോലിക്ക് വേണ്ടിയിട്ട് UK വരുന്നത് അവർ ഈ വർഷം മുതൽ 2028 വരെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ സോഷ്യൽ കെയർ സെക്ടേഴ്സിന് ഓവർസീസ് കെയർ വർക്കേഴ്സ് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം ദുരുപയോഗത്തിലും ചൂഷണത്തിലെല്ലാം വിധേയപ്പെട്ടവരാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ വിവിധ അതർ കൺട്രീസിൽ നിന്നും കെയറേഴ്സായിട്ടും നേഴ്സുമാരൊക്കെ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതിന് ശേഷം ചൂഷണം അനുഭവിച്ചിട്ടുണ്ട് പല രീതിയിലും. ഫോർ എക്സാമ്പിൾ, അവർക്ക് കൃത്യമായിട്ടുള്ള ജോലിയില്ല, അല്ലെങ്കിൽ സാലറി കിട്ടാതിരിക്കുക, ഡ്യൂട്ടി കിട്ടാതിരിക്കുക, അവരുടെ ഡേ ടു ഡേ ലൈഫിലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ലാത്ത രീതിയിൽ അവിടുത്തെ സ്പോൺസേഴ്സ് പെരുമാറുക, അങ്ങനെയുള്ള വിവിധ രീതിയിലും സ്പോൺസേഴ്സ് അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ജോലി ഓഫർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചവർ അവരെ പലതരത്തിലും ചൂഷണം ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കുന്നതിനും നിർത്തലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഹോം സെക്രട്ടറി പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന
വൈറ്റ് പേപ്പറിലൂടെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും പറയുന്നത്. അടുത്തതായിട്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് UK വരുന്നത്. ഇത് പ്രധാനമായിട്ടും 2 ഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. അതായത് ഒന്ന് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കും ഒന്ന് സ്പോൺസർഷിപ്പ് നൽകുന്ന യൂണിവേഴ്സിറ്റികൾക്കും. സോ ഫസ്റ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വളരെ ക്വാളിറ്റി കുറഞ്ഞ നിലവാരം കുറഞ്ഞ കുറേ യൂണിവേഴ്സിറ്റീസ് ഇവിടെ പൈസ മേടിച്ച് ചുമ്മാ പൈസയ്ക്ക് വേണ്ടി ബിസിനസ്സായിട്ട് ഇത് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വളരെ ഫെയിലായി ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൂട്ടുന്നുണ്ട് വിവിധ കൺട്രീസിൽ നിന്ന്. സോ അവരെ വളരെയധികം സ്ട്രിക്റ്റായിട്ട് UK ഗവൺമെൻറ് മോണിറ്റർ ചെയ്ത് കുറേ പാരാമീറ്റേഴ്സ് അതിന് വെച്ച് ഓരോ വർഷം അവർക്ക് റിവ്യൂ ഒക്കെ നടത്തി അവരത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വന്ന സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് ആ കോഴ്സ് പാസ് ഔട്ട് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള കുറേ മാനദണ്ഡങ്ങൾ UK യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവുന്ന സ്റ്റുഡൻസിന് അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞ പേരിൽ 2 വർഷം ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുവാനോ പുതിയ ജോലി കണ്ടെത്തുന്നതിനോ ഒരു സമയമുണ്ടായിരുന്നു, അതായത് 24 മന്ത്സ്. സോ അത് വെട്ടിച്ചുരുക്കിയിട്ട് ഏകദേശം 18 മാസമാക്കി ചുരുക്കിയിട്ടുണ്ട് പുതിയ വൈറ്റ് പേപ്പർ അനൗൺസ് ചെയ്തതിലൂടെ. സോ അത് സ്റ്റുഡൻസിനുള്ളൊരു തിരിച്ചടിയാണ്. കാരണം 2 വർഷം കൊണ്ട് തന്നെ നല്ലൊരു ജോലിയിൽ പ്ലേസ്ഡ് ആവാൻ സാധിക്കാത്തവർക്ക് അത് 18 മാസമായിട്ട് കുറയുമ്പോൾ അതൊരു ബാക്ക്ഡ്രോപ്പായിട്ട് സ്റ്റുഡൻസിന് ഫീൽ ചെയ്യും. സോ അതാണ് സ്റ്റുഡൻസിനുള്ളൊരു തിരിച്ചടിയായിട്ട് UK ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു മേജറായിട്ടുള്ളൊരു പോയിൻ്റാണ്, ഇവിടെ വിസയിലായിരിക്കുമ്പോൾ, അതായത് PR കിട്ടുന്നതിന് മുന്നേ സ്കിൽഡ് വർക്ക് വിസയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ, അതായത് സീരിയസ് ആയിട്ടുള്ള മൈനറായിട്ടുള്ള ഈ ചെറിയ സ്പീഡ് ലിമിറ്റ് അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്ന എനിക്കറിയത്തില്ല, പക്ഷേ അതൊരു കുഴപ്പമല്ല എന്നുമല്ല പറയുന്നത്. എന്നാൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് അബ്യൂസ്, കളവ്, കൊല അങ്ങനെയുള്ള വലിയ വലിയ കേസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഡീപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ എന്തെങ്കിലും കേസുകളിലേക്ക് ഈ വിസയിലുള്ളവർ എത്തിപ്പെടുകയാണെങ്കിൽ അവർക്ക് ചോദിക്കാനും പറയാനൊന്നും നിർത്തത്തില്ല, അവരെ നേരെ ഡീപ്പോർട്ട് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ വൈറ്റ് പേപ്പറിലൂടെ അവർ അനൗൺസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ളവർ കുറ്റകൃത്യങ്ങൾ ആരും, ഫോർ എക്സാമ്പിൾ മലയാളികൾ പൊതുവേ അങ്ങനെ ചെയ്യാറില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചോദിക്കാനും പറയാനും നിൽക്കത്തില്ല, അത് ഡീപ്പോർട്ടേഷനിലൂടെ അവരെ നാട് കടത്തും എന്നുള്ളതാണ് വൈറ്റ് പേപ്പറിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനിയാണ് അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവും അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ നോക്കിയിരുന്ന നമുക്ക് പണിയായി തീരും എന്ന് നമ്മൾ ഊഹിച്ച ഒരു സംഭവം, അതായത് സെറ്റിൽമെൻറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡബിൾ ആക്കിയിട്ടുണ്ട് അവർ. അതായത് നേരത്തെ അല്ലെങ്കിൽ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്കിൽ വർക്കർ റൂട്ടിൽ വന്നിട്ട് 5 വർഷം നമ്മൾ വർക്ക് ചെയ്തു, 5 വർഷത്തിന് ശേഷം നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്നാൽ അവരത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡബിളാക്കി ഇപ്പോൾ അത് 10 വർഷത്തേക്കാക്കി മാറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് സെറ്റിൽമെൻറ്റിനും സിറ്റിസൺഷിപ്പിനും വേണ്ടിയിട്ട് അവർ പോയിൻ്റ് ബേസ് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നത്. കാരണം ഇവിടെ കുറേ അൺസ്കിൽഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് അത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് അവരിങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത്. സോ നിലവിൽ ഏത് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ജോലി അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിലുള്ളവർക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നോ, ഇത് എന്ന് മുതലാണ് ഇത് നടപ്പാക്കുന്നതെന്നോ, അല്ലെങ്കിൽ എന്ന് മുതൽ എന്ന് വരെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തവർക്കാണ്, അല്ലെങ്കിൽ ഇനി ഭാവിയിലാണോ ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിലവിൽ എപ്പോൾ തൊട്ട് നടപ്പാകും എന്നവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഭാവിയിൽ ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. അതായത് ഒരു പുതിയൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി ഇങ്ങോട്ടേക്ക് ഇമിഗ്രൻ്റായിട്ട് വരുന്നവർക്ക്, അതായത് പ്രൈമറി ആപ്ലിക്കൻറ്റിന് മാത്രമായിരുന്നു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവർ ഇനിയുള്ള കാലങ്ങളിൽ സ്കിൽഡ് വർക്ക് റൂട്ടിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്ലസ് അവരുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്കും കൂടെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്നാണ് ഈ വൈറ്റ് പേപ്പറിലൂടെ അത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ പ്രൈമറി ആപ്ലിക്കൻ്റായിട്ട് വരുന്നവർക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്കും ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഭാവിയിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നത്. പ്ലസ് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കും ഇത് എത്രത്തോളം ബാധിക്കുമെന്നറിയത്തില്ല. കാരണം UK എന്ന് പറഞ്ഞ കൺട്രിയുടെ ഒരു ബെനഫിറ്റ് IELTS ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റുഡൻ്റായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും എന്നിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ
ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെയും എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുള്ളത് അത് കണ്ടറിയണം. കാരണം പല കൺട്രീസും UK പോലുള്ള നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൺട്രീസായ ഓസ്ട്രേലിയ, US അല്ലെങ്കിൽ ന്യൂസിലൻഡ്, കാനഡയൊക്കെ പല കൺട്രീസും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വളരെ നിർബന്ധമായിട്ടും പാലിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് പാലിക്കപ്പെടാത്തത് കൊണ്ടിട്ടാണ് വളരെ ഈസി ആയിട്ട് ചില കുട്ടികൾ അതിനെ ഒരു മാർഗമായിട്ടെടുത്തിട്ട് UK ചൂസ് ചെയ്യുന്നത്. സോ ഭാവിയിൽ ഇപ്പോൾ ഒരു മാറ്റം വരുത്തുന്നതിലൂടെ അതിനൊരു മാറ്റം വരുത്തുന്നതിലൂടെ ചിലപ്പോൾ ഹയർ സ്റ്റഡീസിന് UK വരുന്ന സ്റ്റുഡൻസിനും അവരത് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ചിലപ്പോൾ നിർബന്ധമാക്കിയേക്കാം. സോ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ UK ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഇമിഗ്രേഷൻ നയങ്ങളെക്കുറിച്ചുള്ള ഒരു രേഖയാണ് ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോകുന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ റൂൾസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെല്ലാമാണ് ഭാവിയിൽ നടക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി നടത്താൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അട്രാക്റ്റീവ് അല്ല, നമുക്കിട്ടുള്ള പണിയാണ് ശരിക്കും. സോ അങ്ങനെ വേണം പറയാൻ. സോ ആസ് എൻ ഇമിഗ്രൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇമിഗ്രേഷൻ അവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഒന്ന് പറയുന്നത്. 2, ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് UK അതായത് ഇപ്പോൾ നിലവിൽ UK കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക. 3, സ്റ്റുഡൻസായിട്ട് പഠിച്ചിറങ്ങുന്നവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കുറയ്ക്കുക. 4, ഇവിടെ നിലവിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് PR ഡബിൾ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക. അതായത് 5 വർഷത്തിന് ശേഷം നമുക്ക് PR അപ്ലൈ ചെയ്യാം എന്നിരുന്നൊരവസ്ഥയിൽ നിന്നും അത് 10 വർഷത്തേക്ക് ആപ്ലിക്കൻ കാലാവധി മാറ്റും എന്നൊരു കാര്യവും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോൾ തൊട്ടാണ്, അല്ലെങ്കിൽ അത് ആരെയാണ്, അല്ലെങ്കിൽ അത് ഏത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരെയാണെന്നൊന്നും കൃത്യമായിട്ട് വളരെ ഷാർപ്പായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതൊരു വേഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വരും ദിവസങ്ങളിൽ അതൊരു ബില്ലായിട്ട് വരുമ്പോൾ കൃത്യമായിട്ടുള്ള എന്തൊരു ധാരണയെക്കുറിച്ച് എത്തും. പിന്നെ അതോടൊപ്പം തന്നെ പുതുതായിട്ട് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്ന ഇമിഗ്രൻസിൻ്റെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉയർത്തുക. അതായത് പ്രൈമറി ആപ്ലിക്കൻ്റായിട്ട് വരുന്നവർക്കും അതിൻ്റെ ഒപ്പം വരുന്ന അവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉയർത്തുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇതിനകത്തുള്ളൊരു പോയിൻ്റ്. പിന്നെ UK വരുന്ന ഇമിഗ്രേഷൻ്റെ വിസ ഫീസുകൾ അത് കൂട്ടുവാണ് അവർ. വിസ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ അവർ അത് ഉയർത്തുകയാണ്. ഇതൊക്കെയാണ് ഒരു ഇമിഗ്രൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതുതായിട്ട് UK വരാൻ ശ്രമിക്കുന്നവർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ.